വിജയുടെ ദീപാവലി റിലീസായ കത്തി ഇന്ന് തിയേറ്ററുകളിലെത്തി. ആരാധകർ ആവേശത്തോടെ തിയേറ്ററുകളിലേക്ക് കടന്നിരിക്കുകയാണ്. വിവരങ്ങളുമായി മെറിൻ മേരി ചാക്കോ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. മെറിൻ, എങ്ങനെയാണ് തിയേറ്ററുകളിലെ ഒരു തിരക്ക്? സൂര്യരാജ്, വളരെ ആഘോഷപൂർണ്ണമായിട്ടുള്ള ഒരു അന്തരീക്ഷം തന്നെയാണ് ഇവിടെ തിയേറ്ററിലുള്ളത്. ഞാനിപ്പോൾ തിയേറ്ററിൽ നിന്നാണ്. തന്നെ 6 മണിക്ക് ആദ്യ ഷോ ആരംഭിച്ചു. ഇവിടെ തന്നെ നിറയെ ഹൗസ് ഇവിടെ പ്രദർശനം തുടരുന്നത്. അടുത്ത ഷോയ്ക്കായിട്ടുള്ള ഫാൻസിന്റെ ഒരു ബഹളം തന്നെയാണ് നിങ്ങൾക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. വളരെ തങ്ങളുടെ നിറഞ്ഞ ഒരു ആഘോഷം തന്നെ തിയേറ്ററിൽ തന്നെ ആഘോഷമാക്കുന്ന ഒരു തന്നെയാണ് ഉള്ളത്. ഇതൊരു ബിഗ് ബജറ്റ് ചിത്രമാണ്. 60 കോടി മുതൽ മുടക്കി പുറത്തിറങ്ങുന്ന ഒരു ചിത്രമാണ്. വിജയുടെ തന്നെ ഏറ്റവും മുതൽ മുടക്കുള്ള ഒരു ചിത്രമാണ്. ഇവിടെ ഏറ്റവും ആഘോഷമാക്കാനായിട്ട് പാലാഭിഷേകം തന്നെ ഇവിടെ ഒരുക്കി കഴിഞ്ഞു. ഇത് ചിത്രം കഴിയുമ്പോൾ വിജയ് തങ്ങളുടെ ആരാധനാ കഥാപാത്രത്തെ പാലുകൊണ്ട് അഭിഷേകം ചെയ്യാനുള്ള പാലടക്കമുള്ള ഉപകരണങ്ങൾ ഇവിടെ ഒരുക്കി കഴിഞ്ഞു. തിയേറ്ററിനകത്ത് തന്നെ ഒരു ആഘോഷ പ്രതീതി തന്നെയാണ് ഉള്ളത്. ശ്രീ തിയേറ്ററിനോടൊപ്പം തന്നെ അഞ്ജലി, അതേപോലെ തന്നെ ന്യൂ തിയേറ്ററിലും ചിത്രം പ്രദർശനത്തിനായിട്ടുണ്ട്. സാമന്ത ടീം ഒന്നിക്കുന്ന ഒരു ചിത്രം എന്ന പ്രത്യേകത കൂടി ഈ ഒരു ചിത്രത്തിനുണ്ട്. അതുപോലെ തന്നെ ഏറെ വിവാദങ്ങൾക്കിടെയാണ് ഈ ചിത്രം പ്രദർശനത്തിന് എത്തിയിരിക്കുന്നത്. വിജയുടെ തന്നെ തുടർച്ചയായി 3ാമത് വിവാദത്തിൽപ്പെടുന്ന ഒരു ചിത്രമാണ്. മുൻപ് ചിത്രങ്ങളായിട്ടുള്ള തലേവ, അതേപോലെ തന്നെ തുപ്പാക്കി എന്നീ ചിത്രങ്ങൾ ഇതിനു മുമ്പ് തന്നെ വിവാദമായിരുന്നു. ഇപ്പോഴത്തെ ഏറ്റവും വലിയ വിവാദം എന്ന് പറയുന്നത് ഈ ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ കമ്പനി ലൈക്രയ്ക്ക് ശ്രീലങ്കൻ പ്രസിഡന്റ് മഹീന്ദ്ര രാജപക്ഷയുമായി ബന്ധമുണ്ടെന്ന് ആരോപിച്ചായിരുന്നു ഈയിടെ വിവാദമുണ്ടായത്. എന്നാൽ ഈ വിവാദത്തിന് ഇപ്പോൾ ഈ ലൈക്കയുടെ പേര് നീക്കം ചെയ്തിട്ട് തന്നെയാണ് ഇപ്പോൾ ചിത്രം പ്രദർശനത്തിനായി. മെറിൻ മേരി ചാക്കോയാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.